നമസ്കാരം. 40 സൈനികരുടെ ജീവനെടുത്ത ഇന്ത്യയെ കരയിച്ച ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിനെ പൂട്ടാൻ തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ഒന്നടങ്കമായ തീരുമാനം. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം വീണ്ടും ഐക്യരാഷ്ട്രസഭയിലെത്തി. ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അസറിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം അമേരിക്കയാണ് UN മുന്നിൽ വച്ചത്. പാകിസ്ഥാന് പുറമെ ചൈനയ്ക്ക് കൂടിയുള്ള ശക്തമായ താക്കീതുമായാണ് അമേരിക്ക ഇക്കുറി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻപ് 4 തവണ ചൈന വീറ്റോ അധികാരം പ്രയോഗിച്ച് തടഞ്ഞ ഈ നീക്കത്തിലെ പുതിയ നിലപാട് എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം ചൈന വീറ്റോ അധികാരം പ്രയോഗിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രമേയത്തിന്റെ പേരിൽ ചൈനയ്ക്കെതിരെ US രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തോട് ലജ്ജാകരമായ കാപട്യമാണ് ചൈന നടത്തുന്നതെന്ന് US പ്രതിരോധ സെക്രട്ടറി മൈക്ക് പോംപിയോ ആരോപിച്ചു. സ്വന്തം രാജ്യത്ത് ചൈന മുസ്ലിങ്ങളെ അടിച്ചമർത്തുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മൈക്ക് പോംപിയോ കൂട്ടിച്ചേർത്തു. 15 അംഗ രക്ഷാസമിതിയിലേക്ക് ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് അമേരിക്ക പ്രമേയം കൊണ്ടുവരുന്നത്. പ്രമേയത്തിന്റെ കരട് ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് US കൈമാറി. എന്നാൽ പുതിയ നീക്കത്തിനോട് പ്രതികരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല. രക്ഷാസമിതിയിൽ പ്രമേയം പാസ്സായാൽ മസൂദ് അസറിന്റെ ലോകമെമ്പാടുമുള്ള ആസ്തികൾ മരവിപ്പിക്കപ്പെടും, യാത്രാവിലക്ക് ഏർപ്പെടുത്തേണ്ടി വരും, ആയുധങ്ങൾ ശേഖരിക്കാൻ സാധിക്കാതെ വരുമെന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നു. ഈ സാധ്യത ചൈനയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അൽ-ഖ്വയ്ദ എന്ന ആഗോള ഭീകര സംഘടനയുമായുള്ള ബന്ധം വ്യക്തമാക്കിയാണ് അമേരിക്ക മസൂദ് അസറിനെതിരെ പ്രമേയം കൊണ്ടുവന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ മസൂദ് അസർ ആണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതിനാൽ അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉപരോധ പട്ടികയിൽ മസൂദ് അസറിനെയും ഉൾപ്പെടുത്തണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. ചൈന ഒഴികെയുള്ള 4 സ്ഥിരാംഗങ്ങളും പ്രമേയത്തിന് അനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് വിവരം. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ, സാമ്പത്തിക സഹായം നൽകൽ തുടങ്ങിയവ ചെയ്യുന്നു എന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. മുൻപ് പലതവണ മസൂദ് അസറിനെതിരെ പ്രമേയം രക്ഷാസമിതിയിൽ വന്നപ്പോഴും ചൈനയാണ് വീറ്റോ അധികാരം ഉപയോഗിച്ച് അതിനെ തടഞ്ഞത്. നേരത്തെ 4ാം തവണയാണ് അസറിനെതിരെയുള്ള പ്രമേയം ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് തടഞ്ഞത്. അസറിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നത് തൽക്കാലം മാറ്റിവെക്കണമെന്ന ആവശ്യമായിരുന്നു ചൈന അന്ന് മുന്നോട്ട് വച്ചത്. ഇക്കാര്യത്തിൽ സമവായവും ചർച്ചയുമാണ് ആവശ്യമെന്നാണ് ചൈനയുടെ നിലപാട്. എന്നാൽ തീരുമാനം നിരാശാജനകമാണെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. 2 മാസം മുൻപ് ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി കോങ് സുവാൻയു പാകിസ്ഥാൻ സന്ദർശിച്ച് പ്രസിഡന്റ് ഇമ്രാൻഖാനെയും സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയെയും കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. സുരക്ഷാ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗരാജ്യങ്ങളോടും മസൂദ് അസറിനെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിക്കുന്നതിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിർത്തിക്കപ്പുറം ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇന്ത്യയിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. 2001 ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ആക്രമിക്കപ്പെട്ട ശേഷം പാകിസ്ഥാനിൽ നിരോധനം നേരിട്ട ജെയ്ഷെ മുഹമ്മദാണ് പിന്നീട് അങ്ങോട്ട് ഉറിയിലും പഥാൻകോട്ടിലും സൈനിക ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണങ്ങളും ഏറ്റവും ഒടുവിൽ പുൽവാമ ഭീകരാക്രമണവും ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും.